السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മലക്കുകളിലുള്ള വിശ്വാസം എന്ന പഠന പരമ്പരയിൽ ജിബ്രീൽ അലൈഹിസ്സലാം പ്രവാചകനെ സമീപിക്കുന്ന വേളയിലുണ്ടായിരുന്ന അവിടുത്തേക്ക് അനുഭവപ്പെട്ടിരുന്ന വ്യത്യസ്തങ്ങളായ ചില അവസ്ഥാവിശേഷങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമുക്ക് കേൾക്കുവാനുള്ളത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വഹ്യ് കൊണ്ടുവന്നു തരിക എന്നുള്ള ഒരു ഡ്യൂട്ടി മാത്രമാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ നിർവഹിച്ചിരുന്നത്, അതോ മറ്റു വല്ല കാര്യങ്ങൾക്കും വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ടായിരുന്നുവോ എന്നുള്ളതാണ്. പ്രമാണങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഒന്നാമതായി മറ്റ് ചില കാര്യങ്ങൾക്ക് കൂടി വന്നിട്ടുണ്ട് എന്നാണ്. ഒന്ന്, വഹ്യുമായിട്ട് വന്നിരുന്നു. പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ എല്ലാ വർഷവും ഇങ്ങനെ പാഠം പരിശോധിക്കും. അപ്പോൾ വഹ്യുമായിട്ട് വരിക മാത്രമല്ല, പാഠം പരിശോധിക്കുവാൻ വേണ്ടി നബിതങ്ങളുടെ ആ പാഠങ്ങൾ ഒന്ന് ചൊല്ലിക്കേൾപ്പിക്കാനും, ജിബ്രീലിന് ഇങ്ങോട്ട് കേൾപ്പിച്ച് ജിബ്രീൽ പിന്നീട് അങ്ങോട്ട് കേൾപ്പിച്ച്, ഈ വിധത്തിലൊക്കെ ഒരു പാഠപരിശോധനയ്ക്ക് വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വരാറുണ്ടായിരുന്നു. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്. സഹീഹുൽ ബുഖാരിയിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളിൽ ഏറെ ഉദാരനായിരുന്നു, ധർമ്മിഷ്ഠനായിരുന്നു. വകാന അജ്വദു മാ യകൂനു ഫീ റമദാൻ. വകാന, അവിടുന്ന് ഏറ്റവും കൂടുതൽ, അജ്വദ ഏറ്റവും അവിടുന്ന് ഉദാരനാവുക എപ്പോഴാണ്? മാ യകൂനു ഫീ റമദാന ഹീന യൽഖാഹു ജിബ്രീൽ. ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സമീപിക്കുന്ന വേളയിലാണ്. എപ്പോഴാ ജിബ്രീൽ വരിക? വകാന ജിബ്രീലു യൽഖാഹു ഫീ കുല്ലി ലൈലത്തിൻ മിൻ റമദാൻ. റമദാനിലെ എല്ലാ രാത്രിയിലും ജിബ്രീൽ പ്രവാചകനെ സമീപിക്കും. അതെന്തിനാ? സ്പെഷ്യൽ വഹി കൊണ്ടുവന്ന് കൊടുക്കാൻ മാത്രമല്ല, ഫയുദാരിസുഹുൽ ഖുർആൻ, ഖുർആൻ ഇങ്ങനെ പാഠപരിശോധന നടത്തും. എന്താ ഈ മുദാറസത്ത് എന്ന് പറഞ്ഞാൽ? ഒരാൾ അങ്ങോട്ട് ഓതുക, അപ്പം മറ്റേ ആൾ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് അയാൾ ഇങ്ങോട്ട് ഓതി കേൾപ്പിക്കുക, അപ്പം ഇയാൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇങ്ങനെയുള്ള ഒരു മുദാറസത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ പാഠപരിശോധനയ്ക്ക് വേണ്ടി ജിബ്രീൽ റമദാനിൽ എല്ലാ ദിവസവും വരും. ആ ദിവസങ്ങളിൽ റമദാൻ ആകുമ്പോൾ നബി ഏറ്റവും കൂടുതൽ കേട്ടോ ജിബ്രീലിൻ്റെ സാമീപ്യമുള്ള ഘട്ടത്തിൽ അവിടുന്ന് ഏറെ ധർമ്മിഷ്ഠനായിരിക്കും എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. എന്ന ജിബ്രീൽ കാന യുആരിദുഹുൽ ഖുർആൻ. എന്താ യുആരിദുഹു എന്ന് പറഞ്ഞാൽ? മുദാറസത്ത്, മുആറദത്ത് ഒക്കെ ഒരേ അർത്ഥമാണ്. അതെന്താണ്? മനപ്പാഠം പരിശോധിക്കുക, ഇറങ്ങിയിട്ടുള്ള അതുവരെ ഇറങ്ങിയിട്ടുള്ളതൊക്കെ ഇപ്പം ക്ലിയർ ആണോ എന്ന് ജിബ്രീൽ വന്ന് പരിശോധിക്കുകയാണ് ഓരോ റമദാൻ ആകുമ്പോഴും. ഇനി നമുക്ക് ബുഖാരിയിലും മുസ്ലിമിലും തന്നെ കാണാം, ജിബ്രീൽ അലൈഹിസ്സലാം എല്ലാ വർഷവും ഓരോ തവണയാണ് വന്നതെങ്കിൽ ഹത്താ ഇദാ കാനൽ ആമുല്ലദീ മാത ഫീഹി ആറലഹു മറത്തൈനി. പ്രവാചക വിയോഗമുണ്ടായ ആ കൊല്ലത്തിൽ റമദാനിൽ 2 തവണ പാഠം നോക്കി, 2 തവണ പ്രവാചകന്റെ ബൈഹാർട്ട് പരിശോധിച്ചു എന്ന്. കാരണം ഖുർആൻ തീരെയാണ്, അവിടുത്തെ വഫാത്ത് നടക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് ഖുർആൻ മുഴുവനുമായി 2 തവണ, മറ്റതൊക്കെ ഓരോ തവണയായിരുന്നു. അവസാനത്തെ ഈ റമദാനിൽ എന്തു ചെയ്തു? 2 തവണ പാഠപരിശോധന പൂർത്തിയാക്കി. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം അങ്ങനെ ഒരു പാഠപരിശോധകനായി കൊണ്ട് വന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഒരു അധ്യാപകനായി. രണ്ടാമത്തെ സംഭവം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിസ്കാരത്തിൻ്റെ സമയം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. മഹാനായ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു. അല്ലാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പറയുന്നത് ഞാൻ കേട്ടു. എന്താണ് പറയുന്നത്? ശ്രദ്ധിക്കുക. നസല ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഒരിക്കൽ ഇറങ്ങി വന്നു. ഫഅമ്മനി, കണ്ടോ എനിക്ക് ഇമാമത്ത് നിന്നു കണ്ടോ. അപ്പം നബിക്ക് ഇമാമത്ത് നിൽക്കാനായിട്ട് ജിബ്രീൽ വന്നിട്ടുണ്ട്. ഫസല്ലൈതു മഅഹു, ഞാൻ ജിബ്രീലിനോടൊപ്പം നിസ്കരിച്ചു. ഒരു തവണ പറഞ്ഞു. സുമ്മ സല്ലൈതു മഅഹു, പിന്നെയും ഞാൻ ജിബ്രീലിനോടൊപ്പം നമസ്കരിച്ചു. സുമ്മ സല്ലൈതു മഅഹു, പിന്നെയും ഞാൻ ജിബ്രീലിനോടൊപ്പം നമസ്കരിച്ചു. സുമ്മ സല്ലൈതു മഅഹു, പിന്നെയും ഞാൻ ജിബ്രീലിനോടൊപ്പം നമസ്കരിച്ചു. സുമ്മ സല്ലൈതു മഅഹു,
പിന്നെയും ഞാൻ ജിബ്രീലിനോടൊപ്പം നമസ്കരിച്ചു. യഹ്സിബു ബി അസാബിഹി ഖംസ സ്വലവാത്തിൻ, തൻ്റെ കൈവിരലുകൾ കൊണ്ട് 5 തവണ ഇങ്ങനെ മടക്കി എണ്ണീന്ന്. എന്തിനാത്? 5 നേരത്തെ നിസ്കാരവും നിസ്കരിച്ചാണ് കാണിച്ചു കൊടുക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ ആദ്യ വരവിൽ എന്ത് ചെയ്യാണ്? 5 നേരത്തെ നിസ്കാരവും ഓരോ നിസ്കാരത്തിൻ്റെ സമയം എപ്രകാരമാണ് നിസ്കരിക്കേണ്ടത് എന്ന് ജിബ്രീൽ ഇമാമ്, ആരാ മഅ്മൂമ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഅ്മൂമായിട്ട് 5 നേരത്തെ നിസ്കാരം അവിടെ നിസ്കരിക്കുകയാണ്. ഇനി അതൊരിക്കലും മാത്രമല്ല, വീണ്ടും ഇനി മറ്റൊരു ഹദീസ് നോക്കൂ. അമ്മനി ജിബ്രീലു ഇൻദൽ ബൈത്തി മറത്തൈനി, കണ്ടോ, 2 തവണ ജിബ്രീൽ എൻ്റെ അടുക്കൽ കഅബാലയത്തിൻ്റെ സമീപത്ത് വന്നുകൊണ്ട് എനിക്ക് ഇമാമായി നിസ്കരിച്ചു. അങ്ങനെ ഫസല്ലാബി, എന്നെയും കൊണ്ട്, അപ്പോൾ ഇമാമു ജിബ്രീൽ അലൈഹിസ്സലാം മഅ്മൂമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ളുഹർ നിസ്കരിച്ചു. എപ്പോൾ? ഹീന സാലത്തി ശംസു, ളുഹറിൻ്റെ ആദ്യ സമയം സൂര്യൻ മധ്യത്തിൽ നിന്നിങ്ങോട്ട് തെറ്റുമ്പോഴാണ് ളുഹറിൻ്റെ ഫസ്റ്റ് ടൈം. ആ സമയത്ത് നിസ്കരിച്ച് കാണിച്ചു കൊടുത്തു. പിന്നെ അസർ നിസ്കരിച്ചു, അസറിൻ്റെ 1-ാം സമയത്ത്. പിന്നീട് മഗ്രിബ് നിസ്കരിച്ചു, മഗ്രിബിൻ്റെ ഷാർപ്പ് ടൈമിൽ. പിന്നീട് എന്നെയും കൊണ്ട് ഇശ നിസ്കരിച്ചു. എപ്പോൾ? മേഘത്തിൻ്റെ കടും ചുവപ്പ് മാഞ്ഞ ഉടനെ, അഥവാ മഗ്രിബ് കഴിഞ്ഞ് ഇശായിൻ്റെ ഫസ്റ്റ് ടൈമിൽ. പിന്നെ വസല്ലാബി അൽ ഫജറ, എന്നെ കൊണ്ട് ഫജർ നിസ്കരിച്ചു. എപ്പോൾ? ഫജറിൻ്റെ ആദ്യ സമയത്ത്. തീർന്നില്ല. ഇനി നിങ്ങൾ നോക്കൂ, പിന്നീട് എന്ത് ചെയ്തു? എന്നെയും കൊണ്ട് ഈ 2ാമത് നിസ്കരിക്കുകയാണ്, ളുഹർ നിസ്കരിച്ചു. എപ്പോ? ളുഹറിൻ്റെ അവസാന സമയത്ത്. അസർ ആയിട്ടില്ല. ളുഹറിൻ്റെ അവസാന സമയത്ത് നിസ്കരിച്ച് കാണിച്ചു, ഞാനും കൂടെ നിസ്കരിച്ചു. പിന്നെ അസറിൻ്റെ അവസാന സമയത്ത് നിസ്കരിച്ച് കാണിച്ചിരുന്നു. പിന്നെ മഗ്രിബ്, എനിക്ക് മഗ്രിബിൻ്റെ സമയം അവസാനിക്കുന്ന ആ ഘട്ടത്തിൽ നിസ്കരിച്ച് കാണിച്ചിരുന്നു. ഇശ നിസ്കരിച്ച് കാണിച്ചിരുന്നു. എപ്പോൾ? ഇശ എപ്പോഴാണ് അവസാനിക്കുക എന്ന് ആ സമയം എനിക്ക് മനസ്സിലാക്കി തരാൻ. പിന്നീട് നേരം നല്ലോം വെളിച്ചമോടിയതിൻ്റെ ശേഷം, അഥവാ ഫജർ നിസ്കരിക്കാവുന്ന സൂര്യോദയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സമയത്ത് വരെ എനിക്ക് നിസ്കാരം നിർവഹിച്ചു, ഞാനും നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു എന്ത്? 2 സമയങ്ങളിൽ നിസ്കരിച്ചു. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഓരോ നിസ്കാരങ്ങളുടെയും ഫസ്റ്റ് ടൈം, നിസ്കരിക്കാവുന്ന ലാസ്റ്റ് ടൈം, ഇങ്ങനെ രണ്ടും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ 2 തവണ എനിക്ക് ജിബ്രീൽ ഇമാമായി, ഞാൻ മഅ്മൂമായിരുന്നു. എന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് എന്നോട് ജിബ്രീൽ പറഞ്ഞു, യാ മുഹമ്മദ് ഹാദാ വഖ്തുൽ അംബിയ, ഇതാണ് അംബിയാക്കളുടെയൊക്കെ നിസ്കാരത്തിൻ്റെ സമയം. മിൻ ഖബലിക വൽ വഖ്തു മാ ബൈന ഹാദൈനിൽ വഖ്തൈനി, ഞാൻ ഇപ്പോൾ 2 നേരം നിസ്കരിച്ച് കാണിച്ചു തന്നില്ല, അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്താണ് ഈ നിസ്കാരം നിർവഹിക്കേണ്ടത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഓരോന്നിൻ്റെയും സമയം പോകും. അപ്പോൾ ഓരോ നിസ്കാരത്തിൻ്റെയും പ്രഥമ സമയവും അവസാന സമയവും വേർതിരിച്ച് 2 സമയത്താക്കിക്കൊണ്ട് 2 നേരത്തായി ജിബ്രീൽ വന്ന് ഇമാമായി നിസ്കരിച്ച് നബിതങ്ങൾ മഅ്മൂമായിരുന്നു നിസ്കരിച്ചു. അപ്പോൾ കണ്ടോ, കേവലം വഹയി എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിലപ്പുറം എന്ത് ചെയ്യാണ്? ഇവിടെ നിസ്കാരത്തിന് ഇമാമായി വന്ന് നിൽക്കുകയുമാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. ഇനി മറ്റൊരു ഘട്ടം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ രോഗിയായി കിടക്കുകയാണ്. രോഗിയായി കിടക്കുമ്പോൾ രോഗസന്ദർശകനായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ്. രോഗസന്ദർശകനായിട്ട് അന്ന ജിബ്രീൽ അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ പ്രവാചകൻ രോഗിയാണ്. ജിബ്രീൽ ചോദിച്ചു, യാ മുഹമ്മദ് അഷ്തകൈത, എന്താ സുഖല്ലേ? അസുഖമാണോ? ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ ജിബ്രീൽ മന്ത്രിക്കുകയാണ്, പ്രവാചകന് മന്ത്രിക്കുകയാണ്. ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ യുഅദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക ബിസ്മില്ലാഹി അർഖീക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്താ ജിബ്രീൽ പ്രാർത്ഥിച്ച ആ മന്ത്രത്തിൻ്റെ അർത്ഥം എന്താ? ബിസ്മില്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തിൽ അർഖീക, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. റുഖിയ എന്ന് പറഞ്ഞാൽ എന്താണ്? രോഗശമനത്തിന് വേണ്ടിയുള്ള മന്ത്രം, പ്രാർത്ഥന, അതാണ് മന്ത്രം. ഞാനിതാ അള്ളാഹുവിൻ്റെ നാമം കൊണ്ടാണല്ലോ തുടങ്ങേണ്ടത്. അത് എല്ലാത്തിനും ഒരു ബറക്കത്താണല്ലോ. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളിൽ നിന്നും, യുഅദീക, താങ്കളെ ശല്യം ചെയ്യുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും ഇതാ താങ്കൾക്ക് ഞാൻ മന്ത്രിക്കുന്നു, അതിൻ്റെയൊക്കെ ഷെറില്ലെന്ന്. മിൻ ശർരി കുല്ലി നഫ്സിൻ, എല്ലാ മോശപ്പെട്ട ദുഷിച്ച ആത്മാക്കളിൽ നിന്നും,
നഫ്സ് എന്ന് പറഞ്ഞാൽ അവിടെ നഫ്സിൻ ഖബീസത്തിൻ, മോശപ്പെട്ട ആത്മാക്കൾ, ദുഷ്ടാത്മാക്കളിൽ നിന്ന് ഞാനിതാ നിനക്ക് മന്ത്രിക്കുന്നു. ഔ ഐനി ഹാസിദിൻ, അസൂയാലുവിൻ്റെ കണ്ണിൽ നിന്നും. കണ്ടോ, കണ്ണേറ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രതിഭാസം തന്നെയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബിതങ്ങൾക്ക് കണ്ണ് ബാധിക്കാതിരിക്കാനുള്ള ആ ഒരു കണ്ണേറിൽ നിന്നുകൂടിയുള്ള മന്ത്രം ഇവിടെ പറയണം. ഔ ഐനി ഹാസിദിൻ, അസൂയാലുവിൻ്റെ നോട്ടത്തിൽ നിന്നും. പിന്നെയും പറയാണ് അല്ലാഹു യശ്ഫീക, അല്ലാഹു താങ്കൾക്ക് ശിഫ നൽകട്ടെ. ബിസ്മില്ലാഹി അർഖീക, വീണ്ടും ആവർത്തിച്ചു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാനിതാ താങ്കൾക്ക് വേണ്ടി മന്ത്രിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പം അങ്ങനെ ഒരു രോഗസന്ദർശകൻ്റെ റോളിൽ രോഗസന്ദർശകനായി കൊണ്ടും മാറി വരികയാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. മറ്റു ചില ഘട്ടങ്ങളിൽ പല യുദ്ധങ്ങളിലും ജിബ്രീലിൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അത് വഹയി കൊടുക്കാനല്ലാതെ യുദ്ധം ചെയ്യുവാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അനുഭവം പറയുന്നുണ്ട്. ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഖാല യൗമ ബദരിൻ, അല്ലാഹുവിൻ്റെ റസൂൽ അനുഭവം പറയണം, ഹാദാ ജിബ്രീൽ ആഖിദുൻ ബിറഅസി ഫറസിഹി, ഒരു കുതിരപ്പുറത്ത് തൻ്റെ കുതിരയുടെ തലയും പിടിച്ചുകൊണ്ടതാ ജിബ്രീൽ നിൽക്കുന്നു. അലൈഹി അദാത്തുൽ ഹർബി, യുദ്ധോപകരണം പോലും അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുക്കൽ എന്തുണ്ട്? യുദ്ധോപകരണവും പിടിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് തൻ്റെ കുതിരയുടെ ആ തലയും പിടിച്ചിങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. ഇത് ബദറിൽ ആര് പറയുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവം പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ ഖന്തഖിലും ജിബ്രീലിൻ്റെ സാന്നിധ്യമുണ്ടായതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പിന്നെയോ മറ്റൊരു അവസരം ഏതാണ്? ഇസ്രാഇൻ്റെയും മെഹറാജിൻ്റെയും യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ആയിരുന്നു. ആ ബുറാഖിലും അതുപോലെ തന്നെ വാനാരോഹണ വേളയിൽ ഓരോ കവാടങ്ങളിലെത്തുമ്പോൾ ആകാശത്തിൻ്റെ ഡോറ് മുട്ടുമ്പോൾ ആരാണെന്ന് ആ ഡോറിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ട മലക്ക് ചോദിച്ചിരുന്നു ജിബ്രീലിനോട്. അപ്പോൾ ജിബ്രീൽ മറുപടി പറയുന്നു, ഹാദാ ജിബ്രീൽ, അന ജിബ്രീൽ, ഞാൻ ജിബ്രീലാണ്. അപ്പോൾ ചോദിക്കും അമൻ മഅക്, ആരാ കൂടെ? അപ്പോൾ മുഹമ്മദാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പം നബിതങ്ങളുടെ കൂടെ സഹയാത്രികനായിട്ടും പോയിട്ടുണ്ടാര്? ജിബ്രീൽ അലൈഹിസ്സലാം. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ രീതികളിൽ വഹീ, പ്രത്യേകമായ ചില വഹീകൾ എത്തിച്ചു കൊടുക്കുക എന്നതിലപ്പുറം മറ്റ് ചില കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രവൃത്തികൾക്ക് വേണ്ടിയും ആര് ഹാജരായിട്ടുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാം ഹാജരായിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ ഇന്ന് ഇതിലൂടെ മനസ്സിലാക്കി തരുവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളെ കുറിച്ച് പ്രമാണബദ്ധമായ നിലയ്ക്ക് യഥാവിധി ഗ്രഹിക്കുവാനും വിശ്വസിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.